നമുക്ക് CK വിജയനിലേക്ക് കൂടി ഒന്ന് പോകാം. വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് നിന്നുമാണ് CK വിജയനുള്ളത്. CK, വേദനിപ്പിക്കുന്ന കാഴ്ചകളിലൊന്ന് തീർച്ചയായിട്ടും അവിടുത്തെ സ്കൂളുകളെ സംബന്ധിച്ചാണ്. അതിന്റെ പരിസരത്താണ് ഇന്നത്തെ ജനകീയ തെരച്ചിലുമായി ബന്ധപ്പെട്ട് CK അവിടെയാണ് ഉള്ളത്. അവിടെയും ആൾക്കാർ, സന്നദ്ധ പ്രവർത്തകർ, ജനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? എന്തായി കാര്യങ്ങൾ? സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഏതാണ്ട് ബാച്ചുകളായി തിരിച്ച് കുറേ സംഘങ്ങളുണ്ട്. അതിൽ 1-2 സംഘങ്ങൾ അവരുടെ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വെള്ളാർമല സ്കൂളിൻ്റെ പരിസരം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുണ്ടാക്കുന്ന സ്ഥലമാണ്. കാരണം 80 പേരാണ് ഇവിടെ നിന്ന് മാത്രം മരിച്ചതായി, അല്ലെങ്കിൽ 80 പേരുടെ മൃതദേഹമാണ് ഈ പരിസരങ്ങളിൽ നിന്ന് മാത്രമായി കിട്ടിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആഘാതം ഇനിയും നമ്മൾ പറയേണ്ടതില്ല. കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം വന്ന് ഈ സ്കൂളിൻ്റെ പരിസരം, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സുന്ദരമായ ഒരു അരുവിയുടെ തീരത്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ വെള്ളാർമല സ്കൂൾ. ഇന്ന് ആ സുന്ദരമായ അരുവി എവിടെ, അവിടെയുള്ള സൗന്ദര്യം എവിടെ, അവിടെയുള്ള മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ എവിടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഉത്തരം ഈ കുന്നുകൂടി കിടക്കുന്ന അവശിഷ്ടങ്ങളും അതോടൊപ്പം തന്നെ മാലിന്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ 2-3 പേരെ നമ്മൾ പരിചയപ്പെടാൻ കഴിഞ്ഞത് പെരുമ്പാവൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങൾ എറണാകുളം ജില്ല മഹല്ല് കൂട്ടായ്മയുടെ പ്രതിനിധികളാണ്. മഹല്ല് കൂട്ടായ്മ 400ഓളം മഹല്ലുകളുള്ള എറണാകുളം ജില്ലയിലെ എല്ലാ മഹല്ലുകളും ഈ വയനാട് ദുരന്തം കേട്ട് അന്താളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടുകാർ, ആ മഹല്ലുകാർ ഞങ്ങളെ പ്രതിനിധികളായിട്ട് ഇവിടുത്തെ യഥാർത്ഥ വിവരം കാണാനും അത് റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനു മുമ്പും ദിവസങ്ങളിൽ കൂടിയാലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1.25 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ഇവിടെ ഒരു ദാനശീലൻ ഞങ്ങൾക്ക് സംഭാവനയായി. ഇത് കേട്ടുള്ളൂ, 1.25 ഏക്കർ സ്ഥലം ഇവിടെ ഇവർക്കൊരാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ബഹുമാന്യനായ സാമൂഹ്യ പ്രവർത്തകൻ നാസർ മാനു എന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് ഇത് ചൂണ്ടിക്കാണിച്ച് തന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ഏറ്റവും അർഹതപ്പെട്ട 20 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് പണിയാനും അവർക്ക് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കാനും വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ മുഴുവൻ മഹല്ല് കൂട്ടായ്മയും ഇതിന് പിന്തുണയാക്കി ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളതാണ്. ഇത് കേട്ടു, ഇപ്പോൾ തന്നെ മനസ്സിലായി. 1.5 ഏക്കർ സ്ഥലം ഇവിടെ ഒരാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ 20 പേർക്ക് വീട് വെക്കാനും ഒരു ആരാധനാലയം പണിയാൻ വേണ്ടിയുമാണ് അവർ വന്നിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അപ്പോൾ ഈ പരിശോധനകൾ കണ്ടോ? ഇന്ന് 10 മണിക്ക് തന്നെ ആ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം കൈവശപ്പെടുത്തുന്ന പരിപാടി നടത്തുന്നുണ്ട്. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ സർക്കാർ അനുവാദ പത്രങ്ങളൊക്കെ കിട്ടുന്ന മുറയ്ക്ക് 3 മാസത്തിനുള്ളിൽ ഏറ്റവും ആദ്യമായി ഈ ഹതഭാഗ്യർക്ക് വേണ്ട സഹായം ഞങ്ങളിൽ നിന്നിവിടെ സംഭവിക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പ്രദേശങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെ ദയനീയമായിട്ടുള്ളതാണ്. വളരെ ദയനീയമായ അങ്ങനെ പുറത്തുനിന്നെത്തുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട്. കാണുമ്പോൾ നെഞ്ചു പിടയുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് അവിടെയുള്ളത്. എങ്കിൽ പോലും അവിടെ നടത്തുന്ന ഓരോ പ്രവർത്തനത്തിലും അവരെല്ലാവരും ഒത്തൊരുമിച്ച് പങ്കാളികളാകുന്നു എന്നുള്ളത് തന്നെയാണ്